ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ജോർജിയക്ക് വന്നതും ഫസ്റ്റ് ഡേ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡേ ആട്ടെ ഇന്നാണ് ശരിക്കും ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എത്തി നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കിടന്നു തുടങ്ങി. ഇന്ന് നമ്മൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ പാക്കേജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സാലഡ്സും ബ്രെഡും മാഷ്ഡ് പൊട്ടാറ്റോ മാഷ്ഡ് എഗ്ഗ് അങ്ങനത്തെ ഒക്കെ ആയിട്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പാൻ കേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും സോസേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷെ നമ്മളതും അവരതും എന്ത് വ്യത്യാസം വെച്ച് മാഷ്ഡ് എഗ്ഗിലൊന്നും സ്പൈസ് കുറവ്, അതായത് ഉപ്പൊക്കെ കുറവായിരുന്നു. നമുക്ക് നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ തിന്നിട്ടേ നമുക്കതിൽ അതുപോലെ തന്നെ സോൾട്ടഡ് വെജീസിലൊക്കെ ഉപ്പില്ലാത്ത പോലെ തോന്നും. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് പറയുന്നത് അവിടെ തന്നെ നമുക്ക് മാത്രമേ സ്പൈസസ് കൂടുതൽ, പുറത്ത് പോയി കഴിഞ്ഞാൽ സ്പൈസസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത നല്ല ബ്രേക്ക്ഫാസ്റ്റ് മെനു ആയിരുന്നു കേട്ടോ. അത് ആവശ്യമുള്ളതൊക്കെ എടുത്ത് നമ്മൾ തിന്നിട്ട് പിന്നെ നമ്മൾ റെഡി ആയിട്ട് പോവാൻ ഇരിക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം കേട്ടോ. ഇത് ജാസിയുടെ തല്ലിപ്പൊളി വ്ളോഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ട്. ജാസിക്കുട്ടിയുണ്ട്, ഷെഫിക്കയുണ്ട്, പിന്നെ 36 വയസ്സായ നമ്മുടെ സ്വന്തം ഹയാൻറ്റി ഉണ്ട്, പിന്നെ ബാക്കിൽ നമ്മുടെ 2 പൈതങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മളിവിടെ പോണ ഗുദൗരി പോണ റോഡ് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സാർ. ഫുൾ കലിപ്പിലാണ്, പൂച്ചക്കണ്ണാണ്. മുറുക്ക് വേണം തോന്നുന്നുണ്ട്. ഒരു മുറുക്ക് കൊടുത്താ. അപ്പൊ ഓക്കെ, പിന്നെ കാണാം. ബൈ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ദിവസം ഗുദൗരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണം കേട്ടോ. അവിടെ എന്താ വെച്ചാൽ സ്നോ അവിടെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ അവിടെ സ്നോയിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിബ്ലീസിലായിരുന്നു, ജോർജിയയിൽ മെയിനായിട്ടുള്ള സ്ഥലത്ത്. തിബ്ലീസിൽ നിന്ന് ഗുദൗരിക്ക് അറൗണ്ട് 3 hours ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. നമുക്ക് മെയിനായിട്ട് ട്രിപ്പിൽ യാത്രയിലാണ് കുറേ പോയിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തും 3 hours 4 hours എങ്ങനെ പോയാലുണ്ടാവും. കണ്ടില്ല, നല്ല രസം നിന്നിട്ട് പോണ വഴിക്ക് സൈഡിൽ ഫുള്ള് മഞ്ഞിൻ്റെ മലയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. മറ്റേ തിബിലീസിൽ ഫുള്ള് ഉണങ്ങി പിടിച്ചായിട്ട് നമുക്ക് വലിയ രസം ഉണ്ടായിരുന്നില്ല, ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല റോഡ്സൊക്കെ. പക്ഷേ ഇത് നമ്മൾ അവിടുന്ന് തിബിലീസിൽ നിന്ന് ഗുദൗരിക്ക് എത്തും തോറും ഭയങ്കര ഭയങ്കര രസം. മഞ്ഞ് ഭയങ്കരമായിട്ട് മൂടിയിട്ട് 2 സൈഡും നല്ല രസം, ഹെവൻലി ഫീൽ ചെയ്തിട്ട് ഇതിനെക്കാട്ടി നിങ്ങൾക്ക് നേരിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് രസം ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ എത്തുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്നാൽ സ്നോയിൽ കളിക്കാൻ പോവുക. കാരണം സ്നോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ നേരം വൈകും. നമ്മളിവിടെ അറൗണ്ട് എത്തുമ്പോൾ 1 o'clock ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എന്നാൽ സ്നോയിൽ പോയിട്ട് കളിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര തണവ് തോന്നിയിരുന്നിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷെ നമ്മൾ കാറിലൊക്കെ ഒരു ഹീറ്ററൊക്കെ ഇട്ട് സെറ്റാക്കി പുറത്ത് നല്ല രസം ഇരുന്നിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമായി പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ. ഇതാണ് ജോർജിയൻ ചീസ്. ഇത് അടുത്ത എന്തോ ഒരു ഇതാണ് നമ്മുടെ മറ്റടുത്ത കൊലക്കാറാണ്. നല്ല പുളി, നല്ല ഉപ്പ് കൂടുതലാണ്. സ്പെഷ്യൽ ചിക്കൻ കൂടി വരാണ്ട്. Just make it mild hot, huh? ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ പണ്ടോരു എന്താ ജസ്റ്റ് ഇത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ സ്നോയിൽ കളിച്ച കുറച്ച് വീഡിയോസും പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് കുറച്ച് ലിമിറ്റഡ് ടൈം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ പിന്നെ വ്ളോഗ് അധികം എടുത്തിട്ടുണ്ടെന്നില്ല, കുറച്ച് ക്ലിപ്പിംഗ് ഞാൻ അതിൽ ആഡ് ചെയ്യട്ടെ. അതൊക്കെ നിങ്ങൾ കണ്ടോക്കും കേട്ടോ. മഞ്ഞെടുക്ക് കണ്ടില്ല, ഐബൂസ് മഞ്ഞിൻ്റെ കട്ട തിന്നിട്ടായിട്ട് വരുന്നത്. അവനക്ക് ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ തിന്നിയിരുന്നു, ഒരു കൂസലുമില്ലാണ്ട്. പിന്നെ അവിടെ നമ്മൾ സ്നോ ബൈക്ക് എടുത്തിട്ട് വേറെ നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും എടുത്തില്ല. കാരണം മേലെ കേബിൾ കാറൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അതൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക്. നമ്മളവിടെ എത്തി റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ ടൈം പോയി.
അങ്ങനെ സ്നോ ബൈക്കിലൊക്കെ കളിച്ച് പിന്നെ ഐബൂസ് കുറേ നേരം ബോളിലൊക്കെ കളിച്ചിട്ട് അവനക്കൊരു കുഴപ്പമുണ്ടായില്ല. ലാസ്റ്റ് ആയപ്പോൾ അവൻ്റെ കാലിൻ്റെ ഉള്ളിൽ ഐസ് കയറിയപ്പോൾ മാത്രം കുറച്ച് പ്രശ്നമായി. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് 3:30 ഒക്കെ ആവുന്നതുകൊണ്ട് വലിയ തണവ് തോന്നിയിരുന്നില്ല. ഒരു 5 മണി 5:30 ഒക്കെ ആയി ഭയങ്കര തണവായിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് പിന്നെ വീണ്ടും തിബ്ലീസിൽ പോയില്ല, അവിടെ തന്നെ റൂം എടുത്ത്. കാരണം യാത്ര ഇനി വീണ്ടും 3 മണിക്കൂർ അങ്ങനെ ചെയ്യേണ്ട. അപ്പം നമ്മൾ ഗുദാവരിയിൽ തന്നെ റൂം എടുത്തിട്ടാണ്. ആ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടോ കേട്ടോ. എങ്ങനെയുണ്ട് ജാസി? എങ്ങനെയുണ്ട് ഈ കാണുന്നത്? എന്താണ് ജാസി പറയൂ, എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ ഇത്ര കോൺഫിഡന്റോടുകൂടി നിക്കണേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അത്രയും കവർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിക്കാൻ പറ്റില്ല. ഇപ്പൊ മൈനസ് എത്ര 18 എത്ര കൊണ്ടാണ് അത്രയും തണവാണ്. പക്ഷെ ഞാൻ അത്രയും കവർ ചെയ്തോണ്ടാണ് ഇവിടെ ഇത്രയും സമാധാനത്തിൽ നിൽക്കുന്നത് ഗൈസ്. റൂമിൻ്റെ ബാൽക്കണി നിൽക്കുമ്പോൾ നല്ല വ്യൂ, നല്ല രസം എന്നിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് റീൽസ് എടുത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത കാണാൻ ഡാൻസ് റീൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വെച്ച് പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അന്ന് രാത്രി കിടന്നുറങ്ങിയിട്ടോ. എത്ര ഉള്ളൂ നീ രാവിലത്തെ വിശേഷം കാണാം. അപ്പോൾ ഡേ 3 ഞങ്ങളിതാ റെഡിയായി ഒരുങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിബ്ലീസിക്ക് തന്നെ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയുള്ള മെനു നമുക്ക് നോക്കാം. ഇവിടെ അവിടുത്തെ നാട്ടിൽ നല്ല പോലെ മെനു കൂടുതലുണ്ട്. കുറേ കട്ട് വെച്ചിട്ട് ഫ്രൂട്ട്സ്, ചോക്കോസ്, പാൽ, അതുപോലെ തന്നെ റൈസ്, ചിക്കൻ, കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പിസ്സ അവിടെ ഇത്ര അധികം ബഫറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറേ ഐറ്റംസ് കൂടുതലുണ്ടായിരുന്നു. സാൽമൺസ്, ചീസ്, കാര്യങ്ങൾ, ജ്യൂസ് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഫുഡ് ആയിരുന്നിട്ട് ഒന്നുകൂടി ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായി. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ അവിടുത്തെ ഫുഡ് ആയിരുന്നു കുറച്ചും കൂടി അധികം. പക്ഷേ ഇവിടെ മെനു വൈസ് നോക്കുമ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. റൈസും വെജിറ്റബിൾ അതുപോലെ തന്നെ ചിക്കൻ എന്തൊക്കെയോ കുറേ ഉണ്ടായിരുന്നു. മാഷ്ഡ് പൊട്ടാറ്റോ, മാഷ്ഡ് എഗ്. പക്ഷേ പാൻ കേക്ക് എന്താണ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും. അപ്പം ഞങ്ങൾ പോയത് തിബ്ലീസിൽ പോണ വഴിക്കിന് മെഷേട്ട എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അവിടേക്ക് പോയത്. നമ്മൾ തിബ്ലീസിൽ പോണ വഴിക്ക് പിന്നെ നമ്മൾ നേരെ തിബ്ലീസിലേക്ക് പോകണല്ലോ. അപ്പോൾ അവിടെ ആദ്യം ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. നൈസ് ചെയ്തിട്ടാണ് മെഷേ ടെമ്പിൾ. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ടെമ്പിൾ ആയിരുന്നു കേട്ടോ. അവിടെ കുറേ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. അതിൻ്റെ ഉള്ളിൽ കുറച്ചിങ്ങനെ അവർ ഒരാചാരങ്ങളും കാര്യങ്ങളായിട്ട് കുറേ ക്യാൻഡിൽസും കത്തിച്ച് വെച്ചതും ഒരു നൈസൊരു ടെമ്പിൾ. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിബ്ലീസിക്ക്, കാരണം തിബ്ലീസിൽ പോണ വഴിക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പോണ വഴിക്കായതുകൊണ്ട് അവിടെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ വെച്ച്. എന്നിട്ട് നമ്മൾ നേരെ തിബ്ലീസിൽ പോയത് ബോട്ടിങ്ങിനാട്ടോ അവിടെ. അപ്പോൾ ഞാൻ ഇത് കാണാം. അപ്പോൾ ബോട്ടിങ്ങിന് പോകുന്നിടയ്ക്ക് വിറ്റ് എന്താ ഉണ്ടായി ചായപ്പൂവിൻ്റെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അവനക്ക് വെയിറ്റ് താങ്ങാൻ വേണ്ടേ. അവന് അവിടെ വീണ് സീറ്റ് വീണിട്ട് കാലൊന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കുടിക്കാൻ കരഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എടുത്തോട്ട് സെറ്റായിട്ടാണ്. നമുക്ക് ഈ ബോട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ബോട്ടിൽ സാധാരണ പോകാറുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയറും. ഇടയ്ക്ക് നമ്മൾ പോണ സമയത്ത് ഇങ്ങനെ കിളികളൊക്കെ പാറിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു കാം നമുക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ നല്ലപോലെ ആസ്വദിച്ച് നമ്മൾ ഇത്ര യാത്ര ചെയ്തൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലപോലെ ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കിളിയും പരുന്തൊക്കെ പറന്നു പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു അറൗണ്ട് ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ നല്ല കാപ്പിയൊക്കെ അവർ തന്ന് കാപ്പിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ നല്ലപോലെ ആസ്വദിച്ച്. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ കേബിൾ കാർ ഉണ്ടായിരുന്നു. നമുക്ക് ഗുദാവരിയിൽ കേബിൾ കാർ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടുത്തെ കേബിൾ കാറിൽ പോകാമെന്ന്. എന്നിട്ട് നമ്മൾ കേബിൾ കാറിൽ പോയിട്ട് ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റും കുറേ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടാവും കേട്ടോ. കണ്ട ഡോഗ് ഇങ്ങനെ ഓടി കളിക്കണ്ട. വൈബൂനെ വെച്ചെങ്കിൽ നായ്ക്കളെ കണ്ടാൽ ഭയങ്കര ഇഷ്ടം. അവന് നോയെന്നിട്ട് അവന് ഇടയ്ക്കൊരു വിറ്റുണ്ടായി. ഒരു ചെറിയൊരു നായ അവൻ്റെ മുഖത്ത് നക്കി. പക്ഷേ കുഴപ്പമില്ല, ഒരു വാക്സിനൊക്കെ എടുത്താൽ. എനിക്ക് നായനെ കണ്ട ഭയങ്കര ഇളക്കാണേ. നിലത്തിറങ്ങണം, അവരെ പോയി പീച്ചുക, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോയിട്ടോ. അതും നൈസ് ചെയ്ത് നല്ല ഇഷ്ടമായി എനിക്ക്.
ഞാൻ മലേഷ്യ പോയിട്ട് കേബിൾ കാറിൽ പോയിട്ടുണ്ടെങ്കിൽ കേബിൾ കാറിൽ കയറാൻ ഭയങ്കര പേടിയിട്ട് കാരണം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറണിട്ടാ ലാസ്റ്റ് കയറില്ല എന്നൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമുക്ക് 6 ആൾക്കും സിമ്പിളായിട്ട് ഇതിൽ കയറാൻ പറ്റിയിട്ടോ. എന്നിട്ട് പിന്നെ കേബിൾ കാറിൽ പോകുമ്പോൾ അടിയത്തുള്ള കാഴ്ചകൾ അത് നല്ല രസമുണ്ടായിരുന്നു. ടിബ്ലീസ് ടൗൺ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ഷാമിയൊക്കെ പേടിപ്പിക്കായിരുന്നു അവരോട്, നമുക്ക് വീണ് കഴിഞ്ഞ് വെള്ളത്തിൽ വീഴ് എന്തുണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ടിബ്ലീസ് മൊത്തം നല്ല രസത്തിൽ കാണാൻ പറ്റിയിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതാ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ശ്യാമിന് സ്ഥിരം പരിപാടി വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ജാസി അമ്മയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. मेरा जूता ये जापान, ये पतलून इंग्लिस्तान, सिर पे लाल तो पेरूस, सिर पे दिल है हिंदुस्तान. मेरा जूता ये जापान, ये पतलून इंग्लिस्तान, सिर पे लाल तो पेरूस, सिर पे दिल है हिंदुस्तान. औरों की ना कालो ये पतलून इंग्लिस्तान, सिर पे लाल तो पेरूस, सिर पे दिल है हिंदुस्तान. मेरा जूता ये जापान, ये पतलून इंग्लिस्तान, सिर पे लाल Selfie तो എടുത്തടാ. पेरूस, सिर पे दिल है हिंदुस्तान. ജോർജിസ്ഥാനി ഹിന്ദുസ്ഥാനി അതാ എന്തായി അയ്യോ അയ്യോ എടുത്തു പോ എന്റെ അടുത്ത് പോ. അയ്യോ എന്താ അയ്യോ ജസ്റ്റ് വീഡിയോസ് ഓൺലി. എന്താ പരുന്ത് അതിന്റെ ബാക്കിൽ പോകും. തുടരുത് കടിക്കേ. കാണണ്ടേ. ഹായ് ഹായ് മതി. ഓക്കെ ഹായ് പറ. ഹായ് 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 ഹായ്. അത് ടിബ്ലിസി സിറ്റിയുടെ ഹായ്. ആ ഇപ്പഴൊന്ന് പാട്ട് കേൾക്കണെന്നല്ലേ ചെവിക്ക, നാട്ടിലത്തെ പാട്ട് ഇപ്പഴൊന്ന് കേൾക്കണെന്ന്. How's everything going? Good? അസാനു വിളിക്ക്, അസാനു വിളിക്ക്, വിളിക്കേ. അസാനു വിളിക്ക്, അസാനു വിളിക്ക്. ഞങ്ങൾക്ക് ഈ ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ഞങ്ങൾക്ക് ഇഷ്ടമായ ദിവസം ടിബിലീസ് ഞങ്ങൾ അടിച്ച് പൊളിച്ചു. കാരണം കേബിൾ കാറും അതും ഭയങ്കര ലൈവ്ലി തോന്നിയിരുന്നിട്ടാ. പിന്നെ കുട്ടികളൊക്കെ ഡാൻസ് കളിച്ച് നമ്മളും ഡാൻസ് കളിച്ച് നല്ല രസം എന്നൊക്കെ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി, പോയ ഏറ്റവും ഇഷ്ടമായ ദിവസം ഇതാട്ടാ. ഞങ്ങളും ഡാൻസിലൊക്കെ വിട്ടു എല്ലാവരും കൂടിയിട്ട്. ആ മയോണൈസ് മതി, ബട്ടർ ചിക്കൻ വേണം. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചാൽ ഞാനും ചിക്കനൊക്കെ സമാധാനമായി. മറ്റേത് അവരെ ഫുഡൊക്കെ വലിയ ഇഷ്ടമായിരുന്നില്ല, ഒരു തരം സ്പൈസസ് കുറവുള്ള ഫുഡായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിബ്ലീസിൽ തന്നെ ടൗണിൽ നമ്മളൊന്ന് ജസ്റ്റ് മാർക്കറ്റൊക്കെ അവരെ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് അവിടെ മാർക്കറ്റും ചോക്ലേറ്റ്സൊക്കെ മേടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവിടേക്ക് പോയി.
മാർക്കറ്റിലേക്ക് വന്നിരിക്കണേ. പക്ഷെ ഞങ്ങളെ പ്രതീക്ഷ മാർക്കറ്റ് ഇതല്ല. ഞാൻ എന്തോ ഒരു മാർക്കറ്റ് ഇതാണ് കാണാണ്ട് മിഠായി. ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പോലീസ് അതൊക്കെ ഉണ്ടാവും. ലിക്കർ ചോക്ലേറ്റ് എല്ലാം ഉണ്ടാവും. ചോക്ലേറ്റ് ഇപ്പൊ ഭ്രാന്താക്കി. മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ മലേഷ്യ പോയപ്പോൾ വിചാരിച്ച പോലെ ലൈവിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ അങ്ങനത്തെ മാർക്കറ്റോ. ഇത് കുറച്ച് ഹിസ്റ്റോറിക്കൽ സൈഡായിട്ടുള്ള സ്ഥലമാട്ടോ. ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളും അവിടുത്തെ സ്റ്റിക്കേഴ്സ്, അവിടുത്തെ പുരാതന സാധനങ്ങളും പിന്നെ അങ്ങനത്തെ കാര്യം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അവിടുന്ന് ചോക്ലേറ്റൊക്കെ മേടിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡേ 4 ആയിട്ട് നമ്മൾ തിബിലിസിൽ നിന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് കഴിച്ച ഹോട്ടലിൽ, സെയിം ഹോട്ടലിൽ നമ്മൾ നിന്നത്. അവിടുന്ന് രാവിലെ ഏകദേശം സെയിം ബ്രേക്ക്ഫാസ്റ്റ് ബക്കറ്റ് തന്നെയായിരുന്നു. പിന്നെ സോസേജ് കുറച്ച് വ്യത്യാസം, റൈസും കുറച്ച് വ്യത്യാസം, ബാക്കി സെയിം തന്നെ. അപ്പം നമ്മളിന്ന് പോണത്, നമ്മളത് ഗുദൗരി പോയപ്പോൾ കുട്ടികൾക്കൊന്നും കളിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ലതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിന്ന് ബക്കുറേനി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ എന്താ പ്രത്യേകത ചോദിച്ചാൽ ഇവിടുത്തെ ലോക്കൽസ് മെയിനായിട്ട് പോകുന്ന സ്ഥലമാണ്. അവിടെ എങ്ങനെയാ വെച്ചാൽ ഉണ്ടാവുക, കുറേ സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് റേറ്റ് 10 ലാറി 20 ലാറി അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഗുദൗരിയിൽ എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. നമ്മൾ കേബിൾ കാറിന് മറ്റേ ബൈക്കിന് പോയതൊക്കെ 100-150 ഒക്കെ. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ കുട്ടികൾക്ക് തന്നെ സ്കേറ്റിങ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നു. അപ്പോൾ നമ്മളെ കൂടെ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടി നമ്മൾ ട്രിപ്പിൽ എൻജോയ് ആവണമല്ലോ. അപ്പോൾ നമ്മൾ അത് വിചാരിച്ചിട്ട് ബക്കുറേനി പോവാണ്. പക്ഷേ ബക്കുറേനിക്ക് എങ്ങനെയാ വെച്ചാൽ 4 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. നല്ല പോലെ ക്ഷീണിച്ചിട്ട് ബക്കുറേനി എത്തുമ്പോഴത്തേനും. പക്ഷെ നമുക്ക് തിരിച്ച് ബക്കുറേനി അന്ന് തന്നെ ഇങ്ങോട്ടും യാത്ര ചെയ്തപ്പോൾ ഈ ദിവസം എനിക്ക് ഭയങ്കര എക്റ്റിക്കായി തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ വളവും തിരിവൊക്കെ ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ക്ഷീണം പിടിച്ച ദിവസമായിരുന്നു ഈ ബക്കുറേനി പോയ ദിവസം. രാജ്കുട്ടിക്ക് വയ്യ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ വയ്യായൊക്കെ മാറി നിൽക്കണ പോലത്തെ ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ മഞ്ഞത്തായിരുന്നു. പിന്നെ മാത്രമല്ല കുഞ്ഞു നല്ല കടകളും നല്ല കളർഫുൾ കടകളും അതുപോലെ തന്നെ കുഞ്ഞു റൈഡുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി അവിടെ എത്തിയപ്പോൾ. കുറച്ചിങ്ങനെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമായി. നല്ല ലൈവ്ലി സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഹാപ്പി കിട്ടുമല്ലോ. അവിടെ പിന്നെ കുട്ടികൾക്ക് നമുക്ക് തന്നെ ആ മഞ്ഞിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നല്ലപോലെ സ്ലിപ്പായിരുന്നു കേട്ടോ. കാരണം ഐസ് ഇങ്ങനെ ആയിട്ട്. അപ്പം നമുക്ക് അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. 1 hourന് 10 ലാറി എത്ര ഉള്ളൂ. നമുക്കിതിൽ കുട്ടികളെ എടുത്തിട്ട് ഇങ്ങനെ ഉന്തിപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐബൂനും മേടിച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ മറ്റേ കുട്ടി ഖസാനും മേടിച്ചു. ഐബു ആദ്യം ഇരിക്കാൻ കുറച്ച് കൂട്ടാക്കില്ല, പക്ഷെ പിന്നെ അവർക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. പിന്നെ ഞാനൊരു ജമ്പിങ്ങിലുള്ള കയറി, പക്ഷെ ഞാൻ അധികം ജമ്പ് ചെയ്തില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ യാത്ര ക്ഷീണിച്ചത്, ഞാൻ ഛർദ്ദിച്ചുകൊണ്ടൊക്കെ ഒരു വയറുപോലെ സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചാടുമ്പോൾ ഒക്കെ ഇങ്ങനെ വീണ്ടും ഛർദ്ദിക്കുക അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നിട്ടാ, ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ കുറച്ചൊക്കെ ചാടിയപ്പോൾ എൻ്റെ കൂടെ പെൺകുട്ടി പറയും നല്ല ചവിട്ട് എന്ന് പറയാം. അപ്പോൾ ചെറിയ ഞാൻ ഇതിൽ മാത്രം കയറുള്ളൂ കേട്ടോ ആക്ടിവിറ്റിയിൽ. പിന്നെ ഒക്കെ ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റിയതും ഷാമിയൊക്കെ സ്കേറ്റിങ്ങിൽ കയറി നല്ല രസമുണ്ടായിരുന്നിട്ടാ. കാണിച്ചു തരാം. പിന്നെ ഐബു മറ്റേ നല്ല ഹാപ്പി, അത് മേടിച്ച് നന്നായി. ഫുൾ അതിൽ ഓടി കളിക്കുന്നു അവന്. പിടിച്ചോട്ടായി പോവാ. ഓടിവാ. എനിക്ക് ഒന്നാമത് എനിക്ക് കാല് വഴക്കണ്ടായിരുന്നിട്ട്. അപ്പോൾ എനിക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നില്ല അവന് ഉന്തിയിട്ട്. അപ്പോൾ അവനക്ക് ഷാമിയൊക്കെ ഉന്തെന്ത് ഇഷ്ടമായി. ഷാമിയൊക്കെ നല്ല സ്മൂത്തായിട്ട് സ്പീഡിലൊന്നും പപ്പ മതി പറയുന്നിട്ട് അവനക്ക് നല്ല ഇഷ്ടമായി. അത് മേടിച്ച് എന്തായാലും ഉപകാരം. എന്നിട്ട് പിന്നെ സ്കേറ്റിങ്ങിന് പോയി. ഷാമിയൊക്കെ സ്കേറ്റിംഗ് അറിയില്ല, എന്നിട്ട് ഷാമിയൊക്കെ നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് ഓടിച്ച്.
നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓടിച്ചു തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല. ഞാൻ ഓടിക്കണം വേണ്ടി സ്പീഡ് കൂടി ആകെ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി. അവർ പെൺകുട്ടിയായിട്ട് ഭാഗ്യമൊന്നും ചീത്ത പറഞ്ഞില്ല. എൻ്റെ ശാഖൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോയി. അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. ശ്യാമയ്ക്കിട്ട് ബ്രേക്ക് പൂട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ടോ. ഞങ്ങൾ ഇന്ന് വീണ്ടും തിബ്ലീസിക്ക് തന്നെ പോണത്. കാരണം നമുക്ക് തിബ്ലീസിക്ക് തന്നെ പോകണം വീണ്ടും. കാരണം അവിടെ നിന്നായിരുന്നു നമ്മൾക്ക് പിറ്റേ ദിവസം പോകേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ തിബ്ലീസിക്ക് തന്നെ പോയി നമ്മൾ വിചാരിച്ചിരുന്നു വേറെ റൂം എടുക്കാമെന്ന്. കാരണം ഇത്ര ദിവസം ഞങ്ങൾ ഒരേ റൂമിലായിരുന്നില്ല. അവർ വേറെ റൂമിലാണ്. അപ്പോൾ ഒരുമിച്ചെടുത്ത ലാസ്റ്റ് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചുള്ള റൂം എടുത്ത്. ഹലോ ഗായ്സ്, ഞങ്ങൾ വില മതിക്കായി വാങ്ങിയ റൂമാണ്. വാവ്, ഞങ്ങൾക്ക് നല്ല ഫ്രിഡ്ജ് ഉണ്ട്. വാവ്, വാട്ട് ഈസ് സെറ്റപ്പ് ഗായ്സ്. നല്ല ലക്ഷറീസ് റൂമുണ്ട്. ഓപ്പൺ കിച്ചൺ ഉണ്ട്. ദിസ് ഈസ് ദ ബിഗ് ബെഡ്റൂം. വാവ്, ബാൽക്കണി ഇപ്പൊ പോവാൻ പറ്റില്ല, ക്ലൗസ് ഇട്ടില്ല. ഒരുമിച്ചായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നിട്ടാ. അവരൊരുമിച്ച് ഫ്ലാറ്റിലായതുകൊണ്ട് ഫുള്ള് കളി തന്നെയാണ്. ഐബൂന് ഇവരൊക്കെ ഒളിച്ച് കളിക്കുക, ഓടിക്കളിക്കുക, ഭയങ്കര രസമായിരുന്നു അവർക്ക്. അങ്ങനെ അന്ന് ഞങ്ങൾ ഒരുമിച്ചായതുകൊണ്ട് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് രാത്രി കുറേ നേരം വൈകി ഉറങ്ങാടി കുട്ടികളൊക്കെ കളിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം എണീറ്റിട്ട് ഞങ്ങൾ ഒരുമിച്ച് മാഗി ഉണ്ടാക്കി, താത്ത പുട്ടിൻ്റെ പൊടി കൊടുത്ത് പുട്ടൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഖത്തറിക്ക്. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. ലാസ്റ്റ് 2 ദിവസം മാത്രമേ കുറേ യാത്രയുടെ ടയേർഡായി ഛർദ്ദിക്കലും ഭയങ്കര ക്ഷീണമായി. ബാക്കി 3 ദിവസമൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഖത്തർ എയർവേസിലായിട്ട് പോട്ടെ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറേ ഖത്തർ എയർവേസിൽ കയറിയിട്ട് അപ്പോൾ നല്ല അടിപൊളി ഫ്ലൈറ്റും നല്ല ലക്ഷറീസ് സെറ്റപ്പും. പക്ഷേ രാത്രിയായതുകൊണ്ട് ശ്യാമയൊക്കെ സിനിമ കണ്ടു. പക്ഷേ ഇക്ക് ഉറങ്ങണം മൂടായിരുന്നു, നല്ല ടയേർഡായിരുന്നു. അപ്പോൾ സിനിമ ഒന്നും കാണാൻ നിന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല ടയേർഡായിട്ടായിരുന്നു. അപ്പോൾ ഇത്രയോളം നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ, സീ യു. കണ്ട എൻ്റെ മുഖം കണ്ട നല്ല ടയേർഡ്, ഞാൻ ക്ഷീണമായിട്ട്. ഇനി ഐബൂനെ ഉറക്കിയിട്ട് ഞാനും അങ്ങനെ ഉറങ്ങും കുറച്ച് നേരം. ബൈ.